നമസ്കാരം. ചരിത്രത്തിലെ ഏറ്റവും കടുത്ത മൂല്യശോഷണത്തിലൂടെ ഇന്ത്യൻ രൂപ കടന്നുപോകുമ്പോൾ കറൻസിയെയും സമ്പദ്വ്യവസ്ഥയെയും ഉദ്ധരിക്കാൻ അസാധാരണവും വിപ്ലവകരവുമായ പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും രംഗത്ത്. വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യൻ ബോണ്ടുകളിൽ നിന്നുള്ള പലിശയ്ക്കും മൂലധന നേട്ടത്തിനും ചുമത്തിയിരുന്ന നികുതി പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അടിയന്തര പ്രഖ്യാപനം ധനകാര്യ മേഖലയെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. രാജ്യാന്തര വിപണിയിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം റെക്കോർഡ് ഇടിവ് നേരിടുന്ന പശ്ചാത്തലത്തിലാണ് വിദേശ മൂലധനം രാജ്യത്തേക്ക് ആകർഷിക്കാനുള്ള ഈ അറ്റകൈ പ്രയോഗം. ഈ വർഷം ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിർദ്ദേശപ്രകാരം വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർക്കും കേന്ദ്ര ബാങ്കുകളുടെ അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സിനും ഇനി മുതൽ ഇന്ത്യയിൽ നികുതി നൽകേണ്ടതില്ല. വിദേശ നിക്ഷേപകർക്ക് ലിസ്റ്റ് ചെയ്ത ഓഹരികൾക്കും ബോണ്ടുകൾക്കും മേൽ ഈടാക്കിയിരിക്കുന്ന 12.5% ദീർഘകാല മൂലധന നേട്ട നികുതിയും സർക്കാർ ബോണ്ടുകളിൽ നിന്നുള്ള പലിശയ്ക്ക് മേൽ ചുമത്തിയിരുന്ന 20% വിത്ഹോൾഡിംഗ് നികുതിയുമാണ് കേന്ദ്രം ഒറ്റയടിക്ക് എടുത്തുകളഞ്ഞത്. കേന്ദ്രത്തിന്റെ നികുതി ഇളവുകൾക്ക് പിന്നാലെ വിദേശ നിക്ഷേപത്തിന്റെ പരിധികൾ ലഘൂകരിച്ചുകൊണ്ട് റിസർവ് ബാങ്കും വെള്ളിയാഴ്ച പ്രഖ്യാപനം നടത്തി. വിദേശികൾക്ക് നിക്ഷേപം നടത്താൻ സാധിക്കുന്ന സർക്കാർ സെക്യൂരിറ്റികളുടെ പരിധി RBI വിപുലീകരിച്ചു. അതോടൊപ്പം FPI നിക്ഷേപങ്ങൾക്കുണ്ടായിരുന്ന ഹ്രസ്വകാല നിക്ഷേപ പരിധിയും വ്യക്തിഗത സെക്യൂരിറ്റി പരിധികളും പൂർണ്ണമായും നീക്കം ചെയ്തു. NRI നിക്ഷേപകർക്ക് സെബിയിൽ രജിസ്റ്റർ ചെയ്യാതെ തന്നെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാനുള്ള പരിധിയും RBI ഉയർത്തിയിട്ടുണ്ട്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നതും വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്നും വൻതോതിൽ പണം പിൻവലിക്കുന്നതുമാണ് രൂപയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കിയത്. ഈ വർഷം ഇതുവരെ മാത്രം വിദേശ നിക്ഷേപകർ $27.6 ബില്യൺ ഏകദേശം 2.3 ലക്ഷം കോടി രൂപ ഇന്ത്യൻ ഓഹരികളാണ് വിറ്റഴിച്ചത്. കഴിഞ്ഞ വർഷത്തെ ആകെ വിറ്റഴിക്കൽ $18.9 ബില്യൺ ആയിരുന്നു എന്നതുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഇപ്പോഴത്തെ മൂലധന ചോർച്ചയുടെ ഭീകരത വ്യക്തമാകുന്നത്. ഇതേ തുടർന്ന് ഈ വർഷം മാത്രം രൂപയുടെ മൂല്യത്തിൽ 6% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇറക്കുമതി ചെലവ് വർദ്ധിച്ചതും വിദേശ ഫണ്ടുകളുടെ കൂട്ടത്തോടെയുള്ള പടിയിറക്കവും ഏഷ്യയിലെ തന്നെ ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന കറൻസികളിലൊന്നായി രൂപയെ മാറ്റിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിപണിയിലേക്ക് ഡോളർ ഒഴുക്ക് വർദ്ധിപ്പിച്ച് രൂപയെ പിടിച്ചു നിർത്താൻ രാജ്യം ശ്രമിക്കുന്നത്. പുതിയ പരിഷ്കാരങ്ങളിലൂടെ രാജ്യത്തിന്റെ ബാലൻസ് ഓഫ് പേയ്മെന്റ് സ്ഥിതി വരും മാസങ്ങളിൽ മെച്ചപ്പെടുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രത്യാശ പ്രകടിപ്പിച്ചു. ഏറ്റവും അനുയോജ്യമായ സമയത്താണ് കേന്ദ്രത്തിന്റെ ശരിയായ ചുവടുവയ്പ്പെന്ന് ആഗോള സാമ്പത്തിക വിദഗ്ധരും വിലയിരുത്തുന്നു. എന്നാലും ഈ സാഹചര്യത്തിൽ വിപണിയിലേക്ക് ഡോളർ ഒഴുക്ക് വർദ്ധിപ്പിച്ച് രൂപയെ പിടിച്ചു നിർത്താൻ രാജ്യം ശ്രമിക്കുന്നുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂപ്പുകുത്തലാണ് ഇന്ത്യൻ രൂപ. ഈ പുതിയ പരിഷ്കാരങ്ങളുടെ രാജ്യത്തിന്റെ ബാലൻസ് ഓഫ് പേയ്മെന്റ് സ്ഥിതി മെച്ചപ്പെടും എന്നുള്ളതാണ് പ്രത്യാശിക്കുന്നത്. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര അടക്കമുള്ള ആളുകളുടെ പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ പുതിയ രീതികൾ രൂപയെ പിടിച്ചു നിർത്താൻ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ബാക്കി വയ്ക്കുന്നത്.